ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കേരളവാണി ഒരുക്കുന്ന നോമ്പുകാല ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. വീണ്ടെടുപ്പുകളുടെ കാലമാണ് നോമ്പുകാലം. നോമ്പുകാലത്തിൻ്റെ അവസാന ദിനങ്ങളിൽ ആയിരിക്കുന്ന നാം ഇന്ന് വിചിന്തനം നടത്തുന്ന വിഷയം കുരിശിലെ കരച്ചിലിനെ പറ്റിയാണ്. മനുഷ്യൻ്റെ മൂർധാവിൽ വീണ ദൈവത്തിൻ്റെ സ്നേഹചുംബനമാണ് ക്രിസ്തു. നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനേക്കാളും ഉയർന്ന രീതിയിൽ ദൈവം നമ്മെ സ്നേഹിക്കുന്നുവെന്ന് വിശുദ്ധ ആൻസലം പറയുന്നു. ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ ഉപയോഗിച്ച വചനമാണ് ക്രിസ്തു ഏകജാതനെ നൽകാൻ തക്കവിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചുവെന്നാണ് തിരുവചനം നൽകുന്ന സാക്ഷ്യം. പുത്രനായ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പാരമ്യമാണ് കുരിശുമരണം. എല്ലാ മരണങ്ങൾക്കും അർത്ഥം നൽകുന്നതാണ് ക്രിസ്തുവിൻ്റെ മരണം. അതൊരു പരാജയമായിരുന്നില്ല, മറിച്ച് വിജയമായിരുന്നു. കുരിശിൽ നിലവിളി പരാജയത്തിൻ്റെ കരച്ചിലായിരുന്നില്ല, മറിച്ച് വിജയാട്ടഹാസമായിരുന്നു. കുരിശിലെ ബലിക്ക് സാക്ഷിയായ ശതാധിപൻ ഒരു വിശ്വാസിയായി മാറിയ കഥയാണ് മാർക്കോസ് സുവിശേഷകൻ അവതരിപ്പിക്കുന്നത്. മാർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായ 15-ാം അധ്യായം 39-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്: അവന് അഭിമുഖമായി നിന്നിരുന്ന ശതാധിപൻ അവൻ ഇപ്രകാരം മരിക്കുന്നത് കണ്ടു പറഞ്ഞു, സത്യമായും ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്ന് നിലവിളിച്ചുകൊണ്ട് മരിച്ച ഒരു കുറ്റവാളിയെ അയാളെ കുരിശിൽ തറയ്ക്കുന്നതിന് മേൽനോട്ടം വഹിക്കുകയും മരിച്ച് എന്ന് ഉറപ്പാക്കും വരെ കാവൽ നിൽക്കുകയും ചെയ്ത ശതാധിപൻ എന്തുകൊണ്ട് ദൈവപുത്രൻ എന്ന് വിളിച്ചു എന്ന ചോദ്യം നമ്മുടെ മനസ്സിലും ഉയരാം. മരണവുമായി ബന്ധപ്പെട്ട മറ്റേതെങ്കിലും പ്രതിഭാസമല്ല, മരിച്ച വിധം തന്നെയാണ് ശതാധിപൻ്റെ വിശ്വാസത്തിന് കാരണം. മരിച്ച വിധത്തെക്കുറിച്ച് 2 പരാമർശങ്ങളെ സുവിശേഷകൻ നടത്തുന്നുള്ളൂ. ആദ്യത്തേത് എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എന്ന നിലവിളി. രണ്ടാമത് വീണ്ടും ഉച്ചത്തിൽ നിലവിളിച്ച് ജീവൻ വെടിഞ്ഞു എന്ന പരാമർശം. ചോദ്യത്തിനുള്ള ഉത്തരം നിലവിളിയിലാണ് കണ്ടെത്താനാവുക. ചാട്ടുകൊണ്ടടിച്ച് അവശനാക്കിയ ശേഷമാണ് യേശുവിനെ കുരിശിൽ തറയ്ക്കാൻ കൊണ്ടുപോയത്. തലയിൽ തറച്ച മുൾമുടിയും ഏറെ രക്തം വാർന്നു പോകാൻ ഇടയാക്കിയിട്ടുണ്ട്. കുരിശ് ചുമക്കാൻ കെൽപ്പില്ലാതെ വന്നതുകൊണ്ടാണല്ലോ ശിമയോൻ സഹായകനായത്. കൈകാലുകളിലും ദേഹത്ത് മുറികളിൽ നിന്ന് രക്തം വാർന്ന് അവശനായി കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന മനുഷ്യന് ഉച്ചത്തിൽ നിലവിളിക്കാൻ പോയിട്ട് സ്വരം ഉയർത്താൻ പോലും കഴിയില്ല എന്ന് അനേകം കുരിശുമരണങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ശതാധിപൻ അറിയാം. ശരീരത്തിൻ്റെ ഭാരം മുഴുവൻ കുരിശിൽ വിരിച്ച് തറച്ച കൈകളിൽ തൂങ്ങുമ്പോൾ ശ്വാസകോശത്തിന് കുറച്ചേ വികസിക്കാൻ കഴിയൂ. ജീവൻ നിലനിർത്താനുള്ള പ്രാണവായു പോലും കിട്ടുക ദുഷ്കരമായ സാഹചര്യത്തിൽ ഇങ്ങനെ നിലവിളിക്കാൻ കഴിയുന്നുവെങ്കിൽ അത് അമാനുഷികമായ കാര്യമാണ്. രണ്ടാമത്തെ നിലവിളി ഇതോട് ചേർന്ന് ധ്യാനിക്കേണ്ടതാണ്. ക്രൈ എന്ന ഇംഗ്ലീഷ് വാക്കിന് നിലവിളി എന്ന് മാത്രമല്ല, മുറവിളി, അട്ടഹാസം എന്നൊക്കെ അർത്ഥമുണ്ട്. മൂലഭാഷയിൽ ആദ്യത്തേത് നിലവിളിയാണെങ്കിൽ രണ്ടാമത്തേതിൽ ദുഃഖസൂചനകൾ ഒന്നുമില്ല. മരണത്തെപ്പോലും കീഴടക്കിയ ജേതാവിൻ്റെ വിജയാട്ടഹാസമാണ് രണ്ടാമത്തെ നിലവിളി. അതാണ് ശതാധിപനെ വിശ്വാസിയാക്കി മാറ്റിയത്. ക്രിസ്ത്യാനിയുടെ മുഖമുദ്രയാണ് കുരിശ്. കഴുത്തിൽ അണിയാനുള്ള ഒരു ആഭരണമോ നെറ്റിൽ വരയ്ക്കേണ്ട ഒരു അടയാളമോ മാത്രമല്ല അത്. ഞാനും നിങ്ങളും നടന്നു നീങ്ങേണ്ട വഴിയാണ്, പൂർത്തിയാക്കേണ്ട ജീവിതമാണ് കുരിശ്. നമ്മുടെ കുരിശിൻ്റെ കനൽ വഴിയിൽ കുരിശിലും വിജയാട്ടഹാസം നടത്തിയ ക്രിസ്തു പ്രചോദനവും ശക്തിയുമാകട്ടെ.